വീട്ടിലെ മിമിക്രി അടുത്തൊരു ബെല്ലിന് ശേഷം മറ്റൊരു ബെല്ലടിക്കുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ബെല്ലടിക്കൂ. അതിനുശേഷം മാത്രമേ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി നമ്മുടെ പഴയ ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മളെടുക്കാൻ പോണത് നമ്മുടെ ചെറുമലച്ചനാണ്. ചെറുമലച്ചനെ നമുക്കൊന്ന് വരുത്താം. വീട്ടിൽ വെറുതെ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണമല്ലോ. നമ്മുടെ പഴയ ഒരു അവരെയൊക്കെ ഒന്ന് കൊണ്ടുവരാനുള്ള ഒരു. അപ്പം ആദ്യമായിട്ട് ശ്രീ ചെറുമലച്ചൻ. അതെ, ഭയങ്കര പ്രശ്നമായിന്നവിടെ. എന്തുട്ട നീ പറയണേ? എനിക്ക് മനസ്സിലാവില്ല എൻ്റെ പത്രോസേ. എവിടെ പ്രശ്നമായി എന്ന് നീ പറയണേ? അച്ഛോ, നമ്മുടെ പള്ളിയിൽ ഭയങ്കര പ്രശ്നമായി. എന്തുട്ട് പ്രശ്നമാണ്? ഞാൻ അവിടെ ചോദിച്ചേ, എന്തുട്ട നീ പറയണേ? എന്തെങ്കിലും ഒരു കാര്യം നീ പറഞ്ഞാലേക്ക് മനസ്സിലാവുള്ള പത്രോസേ. പത്രോസ് പറയണേ. എന്തൊരു പത്രോസ് പറഞ്ഞെന്നറിയോ? അപ്പോൾ അത് വലിയൊരു സംഭവമാണ് അത് ശരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്രയ്ക്കുള്ളൂ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. കാരണം അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ വൈറസും ഫീവറും മറ്റുള്ളതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഡെങ്കയുടെ കാലത്തിൻ്റെ പോക്കെന്ന് എനിക്കറിയണില്ല. ഇത് വേറെ ആരൊക്കെ കയറി വരുന്ന പോലെയുണ്ട്. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താ അങ്ങനെ പറഞ്ഞ, അച്ഛൻ്റെത് അങ്ങനെ പറഞ്ഞു ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ കൊറോണ കാലഘട്ടം കഴിഞ്ഞു, അത് നമ്മൾ പഠിച്ചില്ല. കാരണം കൊറോണ വന്നപ്പോൾ ദൈവം വിചാരിച്ചു കൊറോണ കൊണ്ട് ഇനിയിപ്പോൾ മനുഷ്യന്മാരങ്ങോട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞ് ദൈവത്തിനെ വിളിക്കും വിചാരിച്ചു. ഇല്ല, ആർത്തി കൂടി. അപ്പം എന്തായി? ആകെ പ്രശ്നമായി. എല്ലാവരും കാശിൻ്റെ പിന്നാലെ നടക്കണേ. കാശ് കിട്ടിയില്ല, എവിടെയാ കാശ്? എന്നൊക്കെ കാശിന് കാശ് വേണം, അത് വേറെ കാര്യം. പിന്നീട് വന്നത് ശ്രീ സുകുമാർ അഴിക്കോട്. ഈ പരിപാടികളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ഒരു മനസ്സിൻ്റെ ഒരു തുറയുണ്ട്. അത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രീതിയാണത്. അത് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ ഒരു മൂല്യവത്തായിട്ടുള്ള ചില രീതികളുണ്ട്. അത് പ്രത്യേകിച്ചൊരു രീതിയില്ല. അപ്പോൾ ഞാനതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് വെറുതെ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് പറഞ്ഞു. അതാണ് അതിൻ്റെ ഒരു കുഞ്ഞുണ്ണി മാഷ്. പരത്തി പറഞ്ഞ പർപ്പടകം, ഒന്ന് ചുരുക്കിയാൽ പപ്പടം, ചുരുക്കി പറഞ്ഞ പടം. ഇത്രയുള്ള മനുഷ്യന്മാർ കാര്യം. ശ്രീ മോഹൻലാൽ, ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ശവാളഗിരിഗിരി മോനെ ദിനേശ, ഇതാ ഞാൻ പറഞ്ഞേ, ഭയങ്കര പ്രശ്നമാണ് ഇത്. എന്തെന്നാ പറയുക, ഈ കാലഘട്ടം തന്നെ വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മളാരെയും കുറ്റം പറയാനില്ല. ന്യൂ ജനറേഷൻ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഞാൻ തന്നെ എൻ്റെ മകനോട് പറയാറുണ്ട്. അയാൾക്ക് എന്നോട് പല ഇൻ്റർവ്യൂകളിലും ആളുകൾ ചോദിക്കും, എന്താണ് ലാലേട്ടൻ്റെ മകൻ ഇങ്ങനെ നിങ്ങളെ പോലെ സ്റ്റാറായില്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അയാൾക്ക് അയാളുടെ ഒരു രീതിയാണ്, അത് അയാളുടെ ഒരു ജനറേഷനാണ്. അയാൾക്ക് തോന്നി അങ്ങനെയാണ് ജീവിതം. അയാൾ ചിലപ്പോൾ പുസ്തകം വായിച്ചിങ്ങനെ, അല്ലെങ്കിൽ അയാളുടെ ഒരു രീതിയുണ്ട്, അത് അയാൾക്കാണ്. ഞാൻ എൻ്റെ ഒരു രീതി ഇതാണ്. ശ്രീ മമ്മൂട്ടി. ചന്തുവിനെ തോൽപ്പിക്കലാവില്ല മക്കളെ. ചന്തു തോറ്റു പലവട്ടം പലതവണ. ഇനി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ചന്തു തോറ്റാൽ തോൽക്കുന്നത് നാടായിരിക്കും, ലോകമായിരിക്കും. പോട്ടെ, പിന്നെ കാണാം. പിന്നീട് വന്നത് ശ്രീ മാള അരവിന്ദൻ. എടി വിശേഷം പറയും ഉണ്ണിയാർച്ചേ. ഇതൊക്കെ എടുക്കണം. എൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല. ഓണത്തിന് ചിലപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു ലെവലിൽ പിടയ്ക്കാനുള്ള പരിപാടിയുണ്ട്. വെറുതെ കുറച്ച് നടന്മാരും
നമ്മളെ എന്തെന്ന് പറയുക, നമ്മളുടെ വളർന്നു വരുന്നവർ എന്തെങ്കിലും തരത്തിൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടൊക്കെ ഇടാട്ടൊക്കെ മിമിക്രിക്ക് പോകണമെന്നുള്ള ചിലപ്പോൾ ഞാനാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് പോകുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾക്ക് വേറെ പ്രത്യേകിച്ച് ഒരു മേൽഗതിയൊന്നും ഉണ്ടായില്ല. അത് അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു രീതികളായിട്ട് പോയി. ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ശ്രീ ജയനാണ്. ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ പറപ്പിച്ച് കളിക്കാമായിരുന്നു. കയ്യടിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, ആരവങ്ങൾ ഞാൻ കേൾക്കുന്നു. പിന്നീട് വന്നത് ശ്രീ VS അച്യുതാനന്ദൻ. വളരെ ശക്തവും വളരെ വ്യക്തവുമായി പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി അത്തരത്തിലൊരു പാർട്ടിയല്ല. അത് പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. അത് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. പോട്ടെ, പിന്നെ കാണാം. ശ്രീ പിണറായി വിജയൻ. അത് ഞങ്ങളുടെ പാർട്ടി അത്തരത്തിലൊരു പാർട്ടിയല്ല. അത് നമ്മുടെ അടുത്ത് നടക്കില്ല. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളല്ല. അപ്പം അതുകൊണ്ട് ആ വക വേഷം കെട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. പോട്ടെ, പിന്നെ കാണാം. ശ്രീ കെ കരുണാകരൻ. ഈ പരിപാടി പോലെ പരിപാടി ഗ്രാമോസിന് പരിപാടി പോലെ പരിപാടി ഇനി കേരള സംസ്ഥാനത്ത് കൊണ്ടുവരണം. ജൈവമായി ഏത് പഴയതാണ്, പുതിയത് നമുക്ക് വേറെ പറയേണ്ടതുണ്ട്. പിന്നെ കാണാം. ഓക്കെ. ഉമ്മൻചാണ്ടി സാർ. അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, ആ ഒരു രീതിയാണത്. ഇപ്പോൾ സോളാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും സത്യമല്ല എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. പിന്നെ കാണാം. പിന്നീട് വന്ന് ശ്രീ കലാഭവൻ മണി. അതിനിപ്പോൾ എന്തുണ്ടായി എന്ന് പറഞ്ഞ വെറുതെ വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഓടിയിടുക, വല്ല കാര്യമില്ല, ഒരു കാര്യമില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ വല്ല കഴിവുകളുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാമല്ലോ ഇരുന്നു ഇടും, പുറത്തേക്ക് എടുക്കായൊന്നുമില്ല. പിന്നെയെന്ന് പറയുമ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് അവരും വിളിച്ചു പറയുന്നത് കാര്യമല്ല, ഒരു കാര്യമില്ല. ശ്രീ സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? കാണില്ലെന്നറിയാം. അന്ന് ഞാൻ കണ്ണൂർ DYFI കുടച്ച് കൂത്താടിയ കുബേരന്മാർ നിശാക്ലബിൽ ഉടുത്തതെല്ലാം ഊരിയെറിഞ്ഞ് അന്ന് നീ കേബ് നൃത്തമാടി എൻ്റെ ഫോട്ടോസും എഗ്രിമെന്റ്സും വേണോ അച്ചാമ്മ വർഗീസിന് ഈ മുഖം ഓർമ്മ വരാൻ? കാണില്ല അല്ലേ? പുല്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. ദേ വന്നു, ദേ പോയി. പിന്നീട് വന്ന് ശ്രീ ജയറാം. എൻ്റെ അമ്മോ, ദേ ഇങ്ങോട്ട് നോക്കി. അയ്യോ, ഇത് എൻ്റെ അടുത്തും വേഷം കെട്ടെടുക്കണ്ടേ? ഇതിലിട്ടും വലിയ പിള്ളേരെ കണ്ടിട്ട് ദേ ഇങ്ങോട്ട് നോക്കി. ഇതവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു വേഷം കെട്ടുന്ന എടുക്കാൻ നിൽക്കണ്ട. ഇതിലും വലിയ പിള്ളേരെ കണ്ടിട്ട് എൻ്റെ അമ്മോ. പോട്ടെ, പിന്നെ കാണട്ടെ. ശ്രീ ബൈജു. അത് ചാട്ടൻ പറഞ്ഞു ചാട്ടനൊരു മുണ്ട് വാങ്ങും. ചേച്ചി പറഞ്ഞു ചേച്ചിക്കൊരു മുണ്ട് വാങ്ങും. അപ്പോൾ ഈ ചേച്ചിയും ചേട്ടനും മുണ്ട് വാങ്ങിയാൽ ഞാനങ്ങനെ മുണ്ടെടുക്കാണ്ട് നടക്കും. എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ പറയാം. ഓക്കെ. ശ്രീതിലകൻ. ബാബാവിൻ്റെ ചക്രവർത്തി ശ്രീതിലകൻ. വേണ്ട, ഒരുപാട് കണ്ടതാ. വിശന്ന് വലഞ്ഞു കയറുമെന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ
വയറ് നിറച്ച് ആഹാരം തരാൻ കാണിച്ച കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണ് തനിക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീധനം. പോട്ടെ, പിന്നെ കാണാം. എന്താടോ താനിനിയും നന്നാവാത്ത? കല്ലിംഗ ശശി. ഓ ഓ അത് അതിപ്പോൾ എവിടെ വെച്ചിട്ടില്ല എന്നോട് ചോദിച്ചു. ഈ നിലവറൊരു കാവൽക്കാരനാണ് ഞാൻ. അതിട്ട് കാര്യമില്ലാത്ത വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വെച്ച്. ആ പോട്ടെ, പിന്നെ കാണാം. നെടുമുടി വേണം. വയ്യ, മടുത്തു, കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി. എന്താടോ താൻ നന്നാവാത്തേ? തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നാള് കുറയായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. എന്താ ഇനി? ലാലേട്ടൻ. ശ്രീതാത്തല്ലല്ലോ മേഡം. പടച്ചാനെ ഭയങ്കര ഉണ്ട് മോനെ. നമ്മുടെ ശബ്ദമൊക്കെ പോയി തുടങ്ങിയിട്ട് വയസ്സായിട്ട് വരില്ല. നമ്മളിങ്ങനെ ശബ്ദം എടുത്തെടുത്തെടുത്ത് വയ്യാണ്ടാവുണ്ട് മോനെ. ഓരോ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇവിടെ കണ്ടു നിന്റെ റൂമിലിരിക്കുമ്പോൾ ഞങ്ങളെ കാണണ്ട്. കോപ്പുണ്ട്, നീ ചെയ്യണതൊക്കെ കാണണ്ടെന്നൊക്കെ നമ്മുടെ ചെവിയിൽ ആരോ വന്ന് പറയണ പോലെ കേൾക്കണ്ട മോന. നമുക്കൊന്നും ആരും കൊണ്ടുവന്ന് തരുന്നില്ല, ഒരു കോപ്പോട്ട് ഉണ്ടാവണില്ല. എന്നിട്ട് ഇവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അത് ശരി ഇത് ശരി മറ്റേന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒന്ന് സഹായിച്ചോളൂട്ടാ. ശ്രീ ഇന്നസെന്റ്. എൻ്റെ അമ്മോ, എനിക്ക് മനസ്സിലാവില്ല എന്താ നിന്റെ പേര്. നീ എൻ്റെ വിശുദ്ധനായി എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഓ, കാലുമോ വയ്യാത്തവരൊക്കെ വിശുദ്ധരാവോ? എൻ്റെ അമ്മോ, അപ്പം എങ്ങടാ ഇങ്ങനെ കിടന്നടക്കണേ? അതിപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകണ്ടേ? ഓ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കണ്ട, നിന്റെ കഴിഞ്ഞില്ലേ? ശ്രീ ആരാ? പഴയകാല പാവങ്ങളുടെ പിതാവ് മാർ ജോസഫ് കുണ്ടുകുളം. എവിടെയുള്ള വിശ്വാസം? മുതലിനെവിടെ വിശ്വാസം? അതാണ് മക്കളെ ദൈവവിശ്വാസം. ശ്രീ ആരാ? നരേന്ദ്രപ്രസാദ്. വേണ്ട വേണ്ട, എനിക്കറിയാം. നീയപ്പോൾ വഴിതെറ്റി വന്നതല്ല അല്ലേ? എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞില്ല. ശ്രീ എന്നെ ഫ്രീസ്. വേണ്ട, ഇനി എങ്ങാനും നിന്റെ പേര് ഇനി എങ്ങാനും നിന്റെ പീറപത്രത്തിൽ വിശ്വനാഥൻ്റെ പേര് അച്ചടിച്ചു എന്നറിഞ്ഞാൽ അതോടെ കത്തും, നിന്ന് ദഹിക്കും. നീ എന്തിട്ട് പറഞ്ഞേ? ഡാ ഇങ്ങോട്ട് നോക്കടാ, നിനക്ക് ലാഹേൽ വക്കച്ചൻ അറിയോ? ലാഹേൽ വക്കച്ചൻ. ഡേ ഇതിങ്ങനെ തിന്നിട്ടേ ഈ പണ്ടത്തെ മറ്റേ നീ കണ്ടിണ്ട ഈ തനി തറകളായിട്ട് കൂതറകളായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള ഞാൻ. നീ എൻ്റെ അടുത്ത് നിന്ന് കളിക്കാറായിട്ട് ചെക്കേ ഡേ നിന്നോട് പറഞ്ഞ് ലാഹിൽ വക്കച്ചിൻ്റെ അടുത്ത് കളിക്കണേ. നീ കാണുന്ന ഗദറൊക്കെയുണ്ടല്ലോ ഡാ, ഈ ഗദറൊക്കെ ഇട്ട് നടക്കാന്നുണ്ടെങ്കിൽ ഓ നിനക്ക് എന്നെ അറിയില്ല. ശ്രീ മുരളി. എടോ വിശ്വം, താനിന്ന് എന്താ പറഞ്ഞേ? കൊല്ലാക്കൊല ചെയ്ത് ശീലമില്ലെന്നോ? എടോ വിശ്വം, താനെന്ന് എന്താ പറഞ്ഞു? കൊല്ലണമെങ്കിൽ ഇപ്പോൾ കൊല്ലണം, കൊല്ലാക്കൊല ചെയ്ത് ശീലമില്ലെന്ന്.
പോട്ടെ, പിന്നെ കാണാം. Simamo ko yan. Buhuhuhu. Ayo. അല്ലോ വാദസ ഉച്ചല്ല വർഷാനി അന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറയാണ്. പോട്ടെ, പിന്നെ കാണാം. ഓ എസ് തൃപ്പൂണിത്തറ എന്നോടോ പറഞ്ഞേ, എന്നോട് പറഞ്ഞിട്ടെൻ്റെ കാര്യം. ആ ശരീരം ഓരോരോ ജന്മങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയില്ല. എങ്ങനെ കിടന്നാണ്. ഓട്ടെ, പിന്നെ കാണാം. എസ് ബട്ടനിൽ അവൻ്റെ മകനാണിവൻ, ഇവൻ്റെ മകനാണവൻ, അവൻ്റെ മകനാണിവൻ, ഇവൻ്റെ മകനാണവൻ. എൻ പിള്ള പറയണോ, ഏടോ പറയാൻ. ഈ വീടിൻ്റെ മലൻ ഇവിടെ കിടന്ന് പടഞ്ഞ് മരിക്കും പറയണു. ഏടോ പറയണോ, ഞാൻ പറഞ്ഞ പറയണു. അപ്പോൾ സവാളഗിരി അത്യാവശ്യം അരിക്കാശായി നിർത്താം. അലക്കാനുണ്ട്, പരിപാടിയിലേക്ക് കിടക്കുകയാണ്. താങ്ക് യു.